ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അനാർക്കലിയുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷനാണ്. നെക്ക് ആൻഡ് സിബ് എങ്ങനെ വെക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. എനിക്കിതിന് മുമ്പ് ചെയ്ത വീഡിയോയിലൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, സിബ് വയ്ക്കുന്നതൊന്ന് കാണിച്ചു തരാൻ. ഇൻവിസിബിൾ സിബ്ബാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഫ്രണ്ട് പാർട്ട് നെക്ക് മാർക്ക് ചെയ്തിട്ട് 2 ലൈനിങ് എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് റൗണ്ട് ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ്ങിൽ നെക്ക് മാർക്ക് ചെയ്തിട്ട് അത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് മെയിൻ ക്ലോത്തിൻ്റെ അടിയിൽ ഒരു ലൈനിങ് ഉണ്ടാവും. അതുകൂടാതെ വേറൊരു ലൈനിങ്ങിൽ നെക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം മാർക്ക് ചെയ്ത നെക്കിൻ്റെ പോർഷൻ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത നെക്ക് സെൻറ്ററിലൊരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം പിന്നീട് നെക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ആ ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ കട്ടിട്ടതിന് ശേഷം ലൈനിങ് ബാക്കിലേക്ക് തിരിക്കുന്നു. പിന്നെ നമുക്കത് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് നമുക്ക് അരികത്തൂടെ ഇട്ട് കൊടുക്കാം. ലൈനിങ് മാറ്റിയിട്ട് അതിൻ്റെ അരികത്തൂടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നെക്ക് നീറ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല, ഡബിൾ ലൈനിങ് വെച്ചിട്ട് ജോർജറ്റിനെ ബാക്കിലേക്ക് തിരിച്ചെടുക്കുകയാണ് ചെയ്യുക. നെക്ക് ഫിനിഷായി വന്നിട്ടുണ്ടാവും. ഈ ഒരു ഡിസൈനിൻ്റെ ഫ്രണ്ടിൽ ഒരു ബീഡ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാക്ക് സിബ് എങ്ങനെ വെക്കണമെന്ന് നോക്കാം. ബാക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ പ്രഷർ ഫൂട്ട് ആവശ്യമാണ്. അപ്പോൾ ഇതിലുള്ള ഡബിൾ പ്രഷർ ഫൂട്ട് ഞാൻ അഴിച്ച് മാറ്റിയിട്ട് സിബ് തയ്ക്കാൻ വേണ്ടിയിട്ട് സിംഗിളായിട്ടുള്ള പ്രഷർ ഫൂട്ട് ഉണ്ടല്ലോ അത് ഇടാൻ പോവാണ്. ഈ പ്രഷർ ഫൂട്ട് 2 സൈഡ് ഉണ്ടാവും, ലെഫ്റ്റ് ഉണ്ടാവും, റൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡുള്ളതാണ്. ലെഫ്റ്റ് സൈഡ് സ്റ്റിച്ച് വരുന്ന പ്രഷർ ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇൻവിസിബിൾ സിബ് എടുത്തിട്ട് അതിൻ്റെ അരികത്തോടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ എടുത്ത പോലെ തന്നെ 2 ലൈനിങ് 2 പോർഷനായിട്ട് ഞാൻ സെൻറ്റർ കട്ട് ചെയ്തിട്ട് 2 പോർഷനിൽ 2 ലൈനിങ് വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈനിങ്ങിൽ നമ്മൾ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് സിബിൻ്റെ ഒരു ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഞാനത് എങ്ങനെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കിക്കോളൂ. നമ്മൾ സിബ് തുറക്കുന്ന ഭാഗത്ത് ഇങ്ങനെ 2 ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒപ്പം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് സിബിൻ്റെ വൺ സൈഡ് കുറച്ച് താഴത്ത് നെക്കിൻ്റെ ഒരു പോർഷൻ വിട്ടിട്ട് കുറച്ച് താഴത്തേക്ക് വെച്ചിട്ട് സിബിൻ്റെ വൺ സൈഡ് വെച്ചിട്ട് ആ പ്രഷർ ഫൂട്ടിൻ്റെ അരികത്തൂടെ വെച്ചിട്ട് ക്ലോസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പ്രഷർ ഫൂട്ട് അരികത്തൂടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്യുന്നതിന് നമുക്ക് സിംഗിൾ പ്രഷർ ഫൂട്ട് വേണം, എന്നാൽ മാത്രമേ നീറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ലൈനായിട്ട് നമ്മൾ ഒരു ഭാഗത്ത് വെച്ച് മേൽഭാഗത്ത് തന്നെ വെച്ചിട്ട് ആ ഒരു പ്രഷർ ഫൂട്ട് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മൾ വേറൊരു ലൈനിങ് കൂടെ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യാൻ പോകും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ സിബിൻ്റെ സ്റ്റിച്ച് കവറായിട്ട് ബാക്കിൽ വരാൻ വേണ്ടിയിട്ടാണ് വേറൊരു ലൈനിങ് കൂടെ വെച്ച് അത് കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ തയ്യൽ തുമ്പ് കാണുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ലൈനിങ് അത് കവർ ചെയ്തിട്ട് വന്നോളും. ഇപ്പോൾ നോക്കൂ, നീറ്റായിട്ട് സിബിൻ്റെ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണുന്നുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി ഈ സൈഡ്, ഇപ്പോൾ നമ്മൾ ചെയ്ത ലെഫ്റ്റ് സൈഡാണ്, ഇനി റൈറ്റ് സൈഡും അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെയാണോ അവസാനിക്കുന്നത് ആ പ്രഷർ ഫൂട്ടിൻ്റെ അവിടെ ഒരു മാർക്ക് ചെയ്യുക. എവിടെയാണോ അവസാനിക്കുന്നത് ആ സിബിൻ്റെ ഭാഗത്ത് ഒരു മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും എടുത്തിട്ട് അതേ ഭാഗത്ത് നമ്മളിപ്പോൾ സൈഡ് ലെഫ്റ്റ് സൈഡ് പ്രഷർ ഫൂട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പിൽ നിന്ന് ബോട്ടമാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് സിബ് വെച്ചിട്ട് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ പ്രഷർ ഫൂട്ടിൽ ലെഫ്റ്റ് സൈഡുള്ള പ്രഷർ ഫൂട്ട് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ എവിടെയാണ് നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ഈ സൈഡിൽ നിന്ന് താഴത്ത് നിന്ന് മേലേക്ക് സിബ് വെച്ചിട്ട് വരികയാണ്. അതേപോലെ തന്നെ ലൈനിങ്ങും ഒരു മെയിൻ ക്ലോത്തും വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ വേറൊരു ലൈനിങ് കൂടെ വെച്ചിട്ട് ആദ്യത്തെ പാർട്ട് ചെയ്ത പോലെ തന്നെ വേറൊരു പാർട്ട് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്യാം. ഇടയ്ക്ക് നൂലൊക്കെ പൊട്ടി പോകുന്നുണ്ട്, അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ അതുവരെ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ 2 ഭാഗത്തും ക്ലോസ് ആയിട്ട് വന്നു. ഇനി നമുക്ക് പ്രഷർ ഫൂട്ട് മാറ്റാം. കാരണം നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞ് നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ പ്രഷർ ഫൂട്ട് വേണ്ട, നമുക്ക് ഡബിൾ പ്രഷർ ഫൂട്ട് ഇട്ട് തന്നെ അടിക്കാം. അപ്പോൾ സിബ് 2 ഭാഗം ക്ലോസ് ആയിട്ട് വന്നു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എത്രയാണോ മാർക്ക് ചെയ്തിരിക്കുന്ന ഷോൾഡറിൻ്റെ പോയിൻ്റ്, അതേ ഷോൾഡർ പോയിൻ്റ് എത്ര അളവാണോ അത്ര അളവ് നമ്മൾ ഈ ഒരു ബാക്ക് ക്ലോത്തിൽ വെച്ചിട്ട് നെക്കിൻ്റെ പാർട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എത്ര വീതിയാണോ
നെക്ക് ടു ഷോൾഡർ എടുത്തിരിക്കുന്നത് അതിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ നെക്ക് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്യുക. അപ്പോൾ സിബ് അകത്താണ് ഇരിക്കുന്നത്. സിബിൻ്റെ രണ്ടും തുറന്നിട്ട് ആ ഭാഗം നമുക്ക് എത്രയാണ്, ഞാനിപ്പോൾ 4.5 ഇഞ്ചാണ് തോന്നുന്നു എടുത്തിരിക്കുന്നത്. അത്രയും ഞാൻ ബാക്ക് പോർഷൻ നെക്ക് മാർക്ക് ചെയ്തിട്ട് ഇനി അതിനെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു. സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഡബിൾ പ്രഷർ ഫുട്ട് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് നെക്ക് ഫിനിഷായി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും അതേപോലെ ഫിനിഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് റൈറ്റ് സൈഡും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡർ ഫ്രണ്ടിൻ്റെ അതേ അളവുള്ള ഷോൾഡറൊക്കെ വെച്ച് ചെയ്തു. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സിബ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ലുക്കുള്ളത്. എവിടെയും സിബിൻ്റെ ഓപ്പൺ എവിടെയും കാണുന്നില്ല, എൻഡിൽ മാത്രം സിബ് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാം. ഇതാണ് നമ്മളെല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് ഉള്ള ലുക്ക്. ഇതിൻ്റെ ദുപ്പട്ട ഫുള്ളായിട്ട് 4 സൈഡ് വർക്ക്ഡാണ്. പിന്നെ നമ്മൾ നെക്ക് ചെയ്തില്ല, നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു ബീഡ്സ് വർക്കും ഉണ്ട്, റൗണ്ട് ബീഡ്സിൻ്റെ ഒരു വർക്കും ഉണ്ട്. പിന്നെ സ്ലീവും ഹെവി ആയിട്ട് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ അനാർക്കലിയുടെ ലുക്ക്. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.